26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും വലിയ ഗുരുകാരണവന്മാരെ പോലെ ഈ രംഗത്തുണ്ട്. അവരിടപെട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ്. നമുക്ക് അൻസിബയെ ഇഷ്ടമാണ്, ശ്രീമതി ലക്ഷ്മിപ്രിയയെ ഇഷ്ടമാണ്. അതായത് ജിഹാദി എന്ന് വിളിച്ചതിന് തെളിവുകളും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. എന്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യം ടിനി ടോമിനെതിരെയും കേസെടുക്കുന്നതിന് പോലീസിൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. ഒരു പറച്ചിലിന് മാത്രം അങ്ങനെ എടുക്കാൻ കഴിയും. എന്നാലും ഒരു കാര്യം വളരെ സന്തോഷം നൽകുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പരസ്പരം ലൈംഗിക ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ല. ഓരോ വർഷവും എത്ര ഹിന്ദുക്കൾ ജനിക്കുന്നു അതിനേക്കാൾ 50,000 ഹിന്ദുക്കൾ കൂടുതൽ മരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ 2.1 കുട്ടികൾ വേണം. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് അത് ഏകദേശം 1.3 മാത്രമാണ്. 2.1 ഇല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഒരു സമുദായം ഇല്ലാതാകും. ശബരിമല SITയെ നമ്മളെല്ലാം വലിയ രീതിയിൽ കൈയടിച്ചതാണ്. പക്ഷേ പിന്നീട് പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് SIT PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുന്നത് നമ്മൾ കണ്ടു. ലോകത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എല്ലാ അൻസിബയെ ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഏറ്റവും വലിയ ഹിറ്റ് പരമ്പരകളിലൊന്നായ ദൃശ്യം അൻസിബയിൽ സെൻറ്റർ ചെയ്താണ്. അതുകൊണ്ട് അൻസിബയെ വലിയ ഇഷ്ടമാണ്. പക്ഷെ അൻസിബ നിയമത്തിന്റെയും പ്രായോഗികതയുടെയും കണ്ണിലും കൂടി കാര്യങ്ങൾ കാണും. ഉദാഹരണം, ഞാൻ ഈ വിഷയത്തിൽ പല ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് അൻസിബയുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു, അവർക്കുണ്ടായ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഓൾറെഡി പോലീസ് അന്വേഷിച്ചു, അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അൻസിബ വീണ്ടും കോടതിയിൽ പോയതാണ്. അപ്പോൾ പോലീസ് തീർച്ചയായിട്ടും ഓൾറെഡി ഒരു തവണ അന്വേഷിച്ചതാണ്, അതിൽ പ്രശ്നങ്ങളുണ്ട്. അൻസിബയുടെ വേദനയും വിഷവും മനസ്സിലാക്കുന്നു. അൻസിബയ്ക്ക് എന്താ പറയുക, എല്ലാവിധ പിന്തുണയും അൻസിബയ്ക്ക് കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ ഇടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾക്ക് ഒരു ക്രിമിനൽ വകുപ്പിട്ട് എടുക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നൊരു തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് വേണം. അതോടൊപ്പം ശ്രീമതി ലക്ഷ്മിപ്രിയ പറയുന്നതും ശ്രീ ടിനി ടോം പറയുന്നതും കൂടി കേൾക്കണം. ശ്രീ ടിനി ടോമിനെ പോലുള്ള കലാകാരന്മാരെ, ജോയ് മാത്യു സാറിനെ പോലുള്ള വളരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ എന്ന കുടുംബത്തിനിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ക്രിമിനൽ കണ്ണിലൂടെ കാണാതെ സമവായത്തിലൂടെ, സ്നേഹത്തിലൂടെ, സാഹോദര്യത്തിലൂടെ പരിഹരിക്കാനാണ് ചെയ്യേണ്ടത്. എൻ്റെ വിശ്വാസം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും വലിയ ഗുരുകാരണവന്മാരെ പോലെ ഈ രംഗത്തുണ്ട്. അവരിടപെട്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്നാണ്. നമുക്ക് അൻസിബയെ ഇഷ്ടമാണ്, ശ്രീമതി ലക്ഷ്മിപ്രിയയെ ഇഷ്ടമാണ്, ശ്രീ ടിനി ടോമിനെ ഇഷ്ടമാണ്. നിൽക്കുന്ന എല്ലാവരും നമുക്ക് പേഴ്സണലി പരിചയമുള്ളവരോ ഇഷ്ടമുള്ളവരോ ഒക്കെയാണ്. അല്ലെങ്കിൽ ശ്രീമതി നീനാക്കുറുപ്പ് അടക്കമുള്ള ഇതിൽ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന മായ വിശ്വനാഥ്ജി, ഞങ്ങളെയൊക്കെ പുരുഷാവകാശ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പിന്തുണയ്ക്കുന്ന മാഡമാണ്. അതുകൊണ്ട് എല്ലാവരെയും നമുക്കറിയുന്നതാണ്. ശ്വേതാ മേനോൻ ഖാൻമാരോടൊപ്പം വരെ അഭിനയിച്ച് മലയാളത്തിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നോർത്തിൽ വരെ ഏറ്റവും ശക്തമായ സ്വാധീനം അറിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് പേര് ഈ രംഗത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവരുടെ ഇടയിൽ എത്രയും പെട്ടെന്നൊരു സമവായം ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ. എൻ്റെ മായ വിശ്വനാഥ്ജി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കുടുംബത്തിനകത്ത് നിൽക്കുമ്പോൾ ചില വാക്കുകൾ നമ്മളെല്ലാവരും ഒരു 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 സോഫ്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ്. എനിക്ക് സരവിനെ വ്യക്തിപരമായി അറിയത്തോലുമില്ല. പക്ഷേ പോയിസൺ അടക്കമുള്ള വാക്കുകൾ വേണോ എന്ന് നമ്മൾ ചിന്തിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണും, വിഷമം കാണും. അത് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങളില്ലേ, നമ്മൾ പ്രമുഖ രാഷ്ട്രീയ സംഘങ്ങൾ എടുത്തു നോക്കിയ കോൺഗ്രസും CPM-ഉം BJP-യും ഇവർക്കുള്ളിൽ പ്രശ്നങ്ങളില്ലേ. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അവർ പൊതുജന മധ്യത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. ഈ വിഷയത്തിൽ എല്ലാവരും എത്തിച്ചു. മാധ്യമങ്ങൾ, സിനിമാ താരങ്ങളാണ്ട് വലിയ താല്പര്യം തോന്നി. അപ്പോൾ എങ്ങനെങ്കിലും ഒരു സമവായം കണ്ടെത്തി, സൗഹാർദ്ദം കണ്ടെത്തി പോകണം. ആശയപരമായ വ്യത്യാസം കാണാം. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപ മേടിക്കണോ, അൻസിബ നമ്മുടെ എറണാകുളത്തെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മേടിക്കണോ, അൻസിബ ഒരു പൊസിഷൻ പറഞ്ഞു. അതിനോട് വിയോജിപ്പുള്ളവരുണ്ട്. അതിനോട് ബഹുമാന പുരസരം വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, മോസ്കും ചർച്ചും ആകട്ടെ, ആരെങ്ങനെ സ്പോൺസർഷിപ്പ് വന്നാലും വേണം. ഈ കലാകാരന്മാരെല്ലാം അമ്പലത്തിലും പള്ളിയിലും മിമിക്രി കളിച്ചല്ലേ പലരും വന്നിട്ടുള്ളൂ. അതായത് ജിഹാദി എന്ന് വിളിച്ചതിന് തെളിവുകളും മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യം ടിനി ടോമിനെതിരെയും കേസെടുക്കുന്നതിന് പോലീസിൽ റിസർവേഷൻ ഉണ്ടായിരുന്നു. ഒരു പറച്ചിലിന് മാത്രം അങ്ങനെ എടുക്കാൻ കഴിയും. എന്നാലും ഒരു കാര്യം വളരെ സന്തോഷം നൽകുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പരസ്പരം ലൈംഗിക ആരോപണങ്ങളൊന്നും ഉന്നയിച്ചില്ല. അതെന്തായാലും ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ബാക്കിയുള്ള തർക്കങ്ങളുടെ പേരിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ചാനലൊന്ന് ആലോചിച്ച് നോക്കും, അല്ലെങ്കിൽ അൻസിബ ഒന്ന് ആലോചിച്ച് നോക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ട്. ഞാനും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഓഫീസിലെ കുറെ ആൾക്കാരും തർക്കമുണ്ട്. അതിൽ പോലീസിനെ ഇടപെടുത്താനുള്ള ലിമിറ്റഡ് സ്കോപ്പ് അല്ലേ ഉള്ളൂ. അതായത് കോടതിയിൽ പോകുമ്പോൾ കോടതി പ്രൊസീജിയറിന്റെ ഭാഗമായി പോലീസ് കേസെടുക്കണമെന്ന് പറയാം. FIR ഇട്ട് അന്വേഷിച്ചിട്ട് എന്ത് കിട്ടാനാണ്?
അവിടെയാണ് നമുക്ക് ആ കഴിയുന്നത്ര അമ്മയാണ് നമ്മുടെ ഏറ്റവും സെക്കുലറും പ്ലൂറലിസ്റ്റിക്കും മതസൗഹാർദ്ദമുള്ള സംഘടന. അതിൽ ഏത് വിഭാഗമാണെങ്കിലും അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേരിൽ ജിഹാദെന്നും മറ്റേ മുസ്ലിം എന്നും ഹിന്ദു എന്നും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാതിരിക്കണം. ആരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു സമവായം വേണം. ഇപ്പം ലക്ഷ്മിപ്രിയയുടെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീമതി ലക്ഷ്മിപ്രിയയ്ക്ക് അൻസിബ ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ വീട്ടിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പലതവണ ലക്ഷ്മിപ്രിയ അൻസിബയെ വിളിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കുട്ടി പറയുന്നില്ല. അങ്ങനെ ലക്ഷ്മിപ്രിയ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പോലീസുകാർ അൻസിബയെ വിളിപ്പിക്കുന്നു. ഇതെല്ലാം ലീഗൽ പ്രോസസ്സിന്റെ കാര്യമല്ലേ, ഭാഗമല്ലേ. അതായത് അൻസിബ ഒരു പരാതി കൊടുത്താൽ, അൻസിബ പരാതി കൊടുത്ത ആൾക്കാരെ പോലീസ് വിളിപ്പിക്കുന്നത് പോലെ അൻസിബയ്ക്കെതിരെ ഒരു പരാതി വന്നാൽ പോലീസുകാർ വിളിപ്പിക്കില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം കൂടെ അമ്മ ശ്രദ്ധിക്കേണ്ടത്, മീഡിയയിലെ ഒരു വിഭാഗം, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, അടക്കമുള്ള ഉത്തരവാദിത്തമുള്ള മീഡിയ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മീഡിയയിലെ ഒരു വിഭാഗം നിങ്ങളെ തമ്മിത്തല്ലിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ തമ്മിത്തല്ലി വീണു പോകരുത്. കാര്യം നിങ്ങളൊന്നും നമ്മൾ സാധാരണക്കാരെ പോലെയല്ല, നിങ്ങളെല്ലാം താരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ എല്ലാ സ്റ്റാർസും, എല്ലാവരെയും നമുക്ക് ബഹുമാനവും ഇഷ്ടമാണ്. ശ്രീമതി നീനാക്കുറുപ്പ് ആകട്ടെ, കുമാരി ഹൻസിബ ആകട്ടെ, അല്ലെങ്കിൽ ശ്രീമതി ലക്ഷ്മിപ്രിയ ആകട്ടെ, ശ്രീ ടിനി ടോം ആകട്ടെ, എല്ലാവരും കേരളം അറിയുന്ന താരങ്ങളാണ്. നിങ്ങളുടെ വഴക്ക് നിങ്ങളുടെ ഇടയിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ശ്വേതാ മേനോൻ BJP അനുഭാവിയാന്ന് പറയപ്പെടുന്നു. എന്നാ മമ്മൂക്ക CPM അനുഭാവിയാണ്. ലാലേട്ടൻ വിശാല അർത്ഥത്തിൽ എന്താ പറയണേ, കുറച്ചുകൂടെ ഒരു എന്താ പറയുക റൈറ്റ് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ആണ് ലാലേട്ടൻ. രമേശ് പിഷാരടി കോൺഗ്രസ് ആണ്. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യമേ, അങ്ങനെ ഒരു ശബ്ദ സംഭാഷണം ലീക്ക് ആവാൻ പാടില്ല. നമ്മളെല്ലാം സ്വകാര്യതയിൽ സംസാരിക്കുന്നതല്ലേ. ഒരു ജനപ്രതിനിധിയെ ഒരു MLA വിളിക്കുന്ന പിഷു എന്നാണ്. അല്ല, അത് കുഴപ്പമില്ല. പിഷാരടി MLA എന്നതിനേക്കാൾ നമുക്ക് എല്ലാം ഇഷ്ടമുള്ള ഒരു എന്താ പറയുക കലാകാരനല്ലേ. പിഷു എന്ന് വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ശബ്ദ സംഭാഷണത്തിലെ തമാശയ്ക്ക് നമ്മള് വളരെ സ്വാതന്ത്ര്യമുള്ള എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നതിനെ അങ്ങനെ ലീക്ക് ചെയ്തത് ശരിയായില്ല. എനിക്കറിയില്ല ശ്വേതാ മേനോൻ ലീക്ക് ചെയ്തോളം. എനിക്ക് അങ്ങനെ വിശ്വസിക്കാതിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. കാര്യം ശ്വേതാ മേനോനൊക്കെ കേരളത്തിൽ അറിയുന്ന ആക്ട്രസ്സാണ് അല്ലെങ്കിൽ കലാകാരിയാണ്. പക്ഷെ അത് ലീക്ക് ആയത് വളരെ വിഷമകരമായി. അപ്പൊ അങ്ങനെ ചെയ്യരുത്. കാര്യം നാളെ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ വേണ്ടി എന്ത് വിശ്വാസം ഉണ്ടാവും? നാളെ ഒരു തർക്കം ഉണ്ടായ ആരെ വിളിച്ചാലും എന്ത് വിശ്വാസം ഉണ്ടാകും? ഇത് എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിലേക്ക് എത്തണം. ലാൽ സാറും മമ്മൂക്ക ഇടപെടുകയാണെങ്കിൽ പിന്നെ അവരെ വിളിച്ചിട്ട്, എടാ നിങ്ങൾ കൊച്ചു പിള്ളേരുടെ എന്താണ് പ്രശ്നം, നിങ്ങൾ കാര്യം പറ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം എന്താ? അങ്ങനെ ഒരു പക്ഷേ അറിയായിരിക്കും ലക്ഷ്മിപ്രിയ അൻസിബ പ്രശ്നമാണ് ഇത് ഇത്രയും വലുതാക്കാൻ ഏറ്റവും പ്രധാന കാരണങ്ങളൊന്നും ഇമ്മീഡിയറ്റ് ട്രിഗർ എന്ന് പറയുന്നത്. കുറച്ച് നാളായി ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തമ്മിൽ ഒരു ശീത സമരം നിലനിൽക്കുന്നു എന്ന് പറയുന്നു. കുക്കു പരമേശ്വരൻ വിശാലർത്ഥത്തിൽ ഇടതാണ്, വിശാലർത്ഥത്തിൽ വലതാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നു. അറിയില്ല, വലതാണെങ്കിലും ഇടതാണെങ്കിലും മധ്യമാണെങ്കിലും അമ്മയുടെ മക്കളാണ് ഇവരെല്ലാവരും. നമ്മളെല്ലാം അമ്മയിൽ ഒന്നാണെന്ന് പറയുന്നത് പോലെ അമ്മയുടെ മക്കളാണ്. അപ്പൊ ആ കുടുംബത്തിലെ വഴക്ക് ആ കുടുംബത്തിനുള്ളിൽ നിർത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥന. നിങ്ങളെല്ലാം വലിയ സ്റ്റാർസ് ആണ്, താരങ്ങളാണ്. ആ ഉന്നതമായ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. ശബരിമല SITയെ നമ്മളെല്ലാം വലിയ രീതിയിൽ കൈയടിച്ചതാണ്. താങ്കളും ഞാനും അടക്കം നമ്മുടെ പൊതുസമൂഹം കൈയടിച്ചതാണ്. പക്ഷേ പിന്നീട് പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് SIT PIT പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുന്നത് നമ്മൾ കണ്ടു. ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിടും നമ്മൾ കണ്ടു. ലോകത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ SITക്ക് ഇന്ന് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന കാര്യം നമ്മൾ മറക്കരുത്. 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ട് പലർക്കും ആ ജാമ്യം കിട്ടി. തന്ത്രിക്ക് അതുപോലെ ആയിരുന്നില്ല. തന്ത്രിക്ക് അനുകൂല പരാമർശങ്ങളോടെ 4 സ്ഥലങ്ങളിൽ കോടതി എടുത്ത് തന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞു തന്നെ തന്ത്രിക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ SITക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് നമ്മൾ നോക്കണം. എത്രയും പെട്ടെന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകട്ടെ എന്നാണ് പ്രതീക്ഷ. സുകുമാരൻ നായർ സാറ് കേരള സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന സർവാദരണീയനായ ഒരു സാമുദായിക നേതാവാണ്. യുഗപ്രഭാവനായ ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ ഇരുന്ന കസേരയിലിരിക്കുന്ന വ്യക്തിയാണ്. സുകുമാരൻ നായർ സാർ നമുക്ക് എല്ലാം അറിയുന്ന പോലെ വളരെ ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെതായ ചില രീതികളും മറ്റുമാണ്. ശബരിമല പ്രക്ഷോഭം ഇത്രയും രീതിയിൽ വളരാൻ ഏറ്റവും കാരണക്കാരനും ഉത്തരവാദികളുള്ള സുകുമാരൻ നായർ സാറാണ്. നമുക്ക് എല്ലാ ആക്കാര്യത്തിൽ അദ്ദേഹത്തോട് സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ശ്രീ സുരേഷ് ഗോപി വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ അത് കേൾക്കുകയുണ്ടായി. ആശയപരമായ അഭിപ്രായ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരാളാണ്. മുമ്പ് ആനന്ദബോസ് സാറിന് ഇതേപോലെ വന്ന സമാധിയിൽ വന്ന് സമർപ്പിക്കാനുള്ളൊരു അവസരത്തിൻ്റെ പേരിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായതായി നമുക്കെല്ലാം അറിയാം. കേരള സമൂഹം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റിയവരാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും നമ്മുടെ ക്രിസ്ത്യൻ തിരുസഭകളും തങ്ങൾമാരുടെ കുടുംബവുമെല്ലാം. അപ്പോൾ ആ NSSനെതിരെ ഒരു ഫീഡ്ബാക്ക് എന്ന കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ സുകുമാരൻ നായർ സാർ അടക്കമുള്ള മുതിർന്നവരെ ഏറ്റവും ആദരിച്ചുകൊണ്ട് തന്നെ പോകണമെന്നുള്ളതാണ് എൻ്റെ അടക്കമുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്.
താഴമൺ കുടുംബം ശബരിമല തന്ത്രസ്ഥാനം ഒഴിയണം എന്നുള്ളതാണ് ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ.സി. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ തമാശ ഒരു 5 or 6 വസ്തുതാപരമായ പിശകുകൾ ആ പോസ്റ്റിലുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിന് എവിടുന്നോ വാട്സപ്പിൽ നിന്ന് കിട്ടിയാണെന്ന് തോന്നുന്നു. അതായത് ശ്രീ ശങ്കര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിൽ നിന്ന് അദ്ദേഹം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് വീഴുന്നത് വേദന തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം അദ്ദേഹം ഗംഭീരനായ പ്രഭാഷകനാണ്, ഗംഭീരനായ രചയിതാവാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്താണോ ഇത്തരം കാര്യങ്ങൾ എഴുതിയത്? ഒന്ന് കണ്ടൊരു മോഹൻറെ ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്, വിചാരണ നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുദ്ദേശിച്ചാണ് എന്നെനിക്കറിയില്ല. വ്യാജരേഖ ചമച്ചതിന് ശബരിമല തന്ത്രി കണ്ടൊരു രാജീവരെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം പത്രം വായിക്കുന്നില്ലേ, അപ്ഡേറ്റഡ് അല്ലേ എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. ഈ വിധികളൊന്നും അദ്ദേഹം കാണുന്നില്ലേ എന്ന് എനിക്ക് അത്ഭുതമുണ്ട്. അപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരം സാക്ഷാൽ പരശുരാമൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ കേരളത്തേക്ക് കൊണ്ടുവന്ന 2 കുടുംബങ്ങളാണ് താഴമണ്ണും തരണനെല്ലൂരും. ഏറ്റവും പ്രാചീനമായ ബ്രാഹ്മണ കുടുംബങ്ങളാണ്, ഏറ്റവും ആദരിക്കുന്നതാണ്. കണ്ടൊരു രാജീവരൻ്റെ ബന്ധു ആയതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാര്യം ഈ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഒരുപാട് അമ്പലങ്ങളെ മാനേജ് ചെയ്യുന്നവരാണിവർ. ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി 41 ദിവസം ജയിലിലിട്ടതിന് പ്രതിഷേധമില്ലാത്ത ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ശബരിമല തന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ, അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് വളരെ വേദനാജനകമാണ്, ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്. ഞാൻ RSSന്റെ BJPയുടെ അവരുടെ അണികളിലുള്ള ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധത്തെയും പലപ്പോഴും ശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ മോദിജി അങ്ങനെയല്ല. മോദിജി ആ ലൈൻ എടുക്കുന്ന ആളല്ല. മോദിജി കുറെ കൂടെ ഒരു സെന്റർ റൈറ്റ് ഗാന്ധിയൻ ലൈൻ എടുക്കുന്നതാണ്. അദ്ദേഹം 2 ആഴ്ച മുമ്പ് കൂടെ പറയുകയുണ്ടായി, ഗാന്ധിജിയുടെ കാലത്തെ കോൺഗ്രസിന്റെ മാതൃക നല്ലതാണ്, നേഷൻ ഫസ്റ്റ് എന്ന് വിശ്വസിച്ചിരുന്നതാണെന്നൊക്കെ. അതിനോട് വിയോജിക്കാം. പക്ഷേ മോദിജി ഗാന്ധിജിയുടെ ലൈനിൽ പോകുന്ന സെന്റർ റൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇസ്ലാമോഫോബിയോ മുസ്ലിം വിരോധമോ ഇല്ല. അതുകൊണ്ട് മോദിജി ഈ വിഷയത്തിലൊന്ന് സംസാരിക്കണമെന്നും, കാര്യം അങ്ങ് ശ്രദ്ധിച്ചു കാണും, അയോധ്യയിൽ മാത്രമല്ല ബദ്രിനാഥിൽ കൊള്ള, ബാഗൽമുഖിയിൽ കൊള്ള, അമ്പലങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതൊരു ഹിന്ദുവിനും ഇന്ത്യക്കാരനും മനുഷ്യനും വേദന തോന്നുന്ന കാര്യമാണ്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ആശ്രമമാണെങ്കിലും. അതുകൊണ്ട് മോദിജി ഒരു നിലപാട് പറയും, സാധാരണ വിശ്വാസികളുടെ വിഷമം ഉൾക്കൊള്ളും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ദൈവത്തെ ഓർത്ത് സ്വാമി അയ്യപ്പനോ ശബരിമലയോ ഗുരുവായൂരപ്പനോ എല്ലാം നമുക്ക് പവിത്രമാണ്. അതിനേക്കാൾ പവിത്രമാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന കാര്യം. ദയവായി ശ്രദ്ധിക്കുക, ഹിന്ദുക്കൾ അപകടകരമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും കേരളത്തിൽ ജനിക്കുന്ന ഹിന്ദുക്കളെക്കാൾ 50,000-ഓളം ഹിന്ദുക്കൾ മരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കണക്കല്ല, ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കാണ്. ഓരോ വർഷവും എത്ര ഹിന്ദുക്കൾ ജനിക്കുന്നു അതിനേക്കാൾ 50,000 ഹിന്ദുക്കൾ കൂടുതലും മരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കാണ് കറക്റ്റായിട്ടുള്ള ഫെർട്ടിലിറ്റി റേറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ്. അതായത് ഒരു അമ്മയുടെ ഉമ്മയുടെ അമ്മച്ചിയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിച്ചാലേ ആ സമുദായം നിലനിൽക്കും, ആ സമൂഹം നിലനിൽക്കും. കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുക. കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ തൽക്കാലം ഇല്ല എന്ന് ഒരു നിമിഷത്തേക്കൊന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 120 വർഷത്തിനകം കേരളം ശൂന്യമാകും. കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. ഇത് മുസ്ലിങ്ങൾ കൊണ്ടല്ല. മലപ്പുറത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ സയന്റിഫിക് എവിഡൻസ് വെച്ചാണ് പറയുന്നത്. മലപ്പുറത്തിനല്ല പ്രശ്നം, പത്തനംതിട്ടയ്ക്കാണ്, തിരുവനന്തപുരത്തിനാണ്, കൊല്ലത്തിനാണ്, തിരുവിതാംകൂറിനാണ് പ്രശ്നം. അതാണ് തിരുവിതാംകൂറിലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെന്നൊക്കെ പഞ്ചസാര പുരട്ടി ഷുഗർ കോട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാർ പറയുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾ ജനിക്കുന്നില്ല. ആ ലൈംഗികത ഇല്ലാത്തതുകൊണ്ടല്ല, സെക്ഷുവാലിറ്റിയുടെ പ്രശ്നം കൊണ്ടല്ല, പകരം തെറ്റായ പോപ്പുലേഷൻ പോളിസി ഹിന്ദുക്കൾക്ക് ഫോളോ ചെയ്യുന്നു. നിങ്ങളൊരു ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിമോ ക്രിസ്ത്യൻ സഹോദരനാണെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹിന്ദുക്കളെ നോക്കുക. എത്ര ഹിന്ദുക്കൾക്ക് 2 കുട്ടികളെങ്കിലും ഉണ്ട്? ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾക്കും 1 കുട്ടിയേ ഉള്ളൂ. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ 2.1 കുട്ടികൾ വേണം. ഇതിനെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്ക് അത് ഏകദേശം 1.3 മാത്രമാണ്. 2.1 ഇല്ലെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഒരു സമുദായം ഇല്ലാതാകും. ആ ഡെമോഗ്രഫിക് ഇംപ്ലോഷൻ, പോപ്പുലേഷൻ ഇംപ്ലോഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.